യൂട്യൂബർ ഖാദർ കരിപ്പൊടിയെ പൂട്ടാനൊരുങ്ങി പോലീസ്. സമൂഹ മാധ്യമങ്ങളിലൂടെ പലതവണ കാസർഗോഡ് നഗരത്തിൽ വർഗീയ കലാപങ്ങൾക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ പോലീസ് സ്വാമിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇപ്പൊ ഈ സ്വാമി റീച്ചൊക്കെ കുറഞ്ഞു, മുസ്ലിങ്ങളെ പുകഴ്ത്തിയിട്ട് റീച്ചൊക്കെ കുറഞ്ഞപ്പോൾ സ്വാമി ചെന്ന് കളം മാറ്റി ചവിട്ടി ഈ രണ്ട് മതങ്ങളെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഒന്ന്, ഖാദർ കരിപ്പൊടിയുടെ മുൻകൂർ ജാമ്യം കോടതി തള്ളി. ഖാദർ കരിപ്പൊടിയെ കുറിച്ചിട്ട് പോലീസ് കൊടുത്ത റിപ്പോർട്ട് കണ്ട് ഞെട്ടിപ്പോയി. രണ്ടാമതൊരു കാര്യം, ഈ ഒരു സ്വാമിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു സ്വാമിനെ ഒരു പക്ഷേ പലരും അറിയുന്നുണ്ടാവും. സമയത്ത് മുസ്ലിങ്ങളെ വല്ലാതെ അനുകൂലിച്ചിട്ട് സംഘപരിവാറിനെ വല്ലാതെ എതിർത്തിരുന്ന ഒരു സ്വാമിജിയായിരുന്നു. ഒരുപാട് മുസ്ലിങ്ങൾ ഇദ്ദേഹത്തിന് കണ്ടില്ല, ഇത്രയും നല്ലൊരു സ്വാമിജി, ഇങ്ങനെ വേണം സ്വാമിമാരായാൽ എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തിനെ പുകഴ്ത്തുമായിരുന്നു. ഇപ്പോൾ ഈ സ്വാമി റീച്ചൊക്കെ കുറഞ്ഞപ്പോൾ, മുസ്ലിങ്ങളെ പുകഴ്ത്തിയിട്ട് റീച്ചൊക്കെ കുറഞ്ഞപ്പോൾ സ്വാമിജി ഒന്ന് കളം മാറ്റി ചവിട്ടി ഈ രണ്ട് മതങ്ങളെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത വർഗീയതകൾ പറഞ്ഞ് പരത്തിയിട്ട് യൂത്ത് ലീഗ് പരാതി കൊടുത്തിട്ട് ഇദ്ദേഹം ഇപ്പോൾ അറസ്റ്റിലായി. തമിഴ്നാട്ടിലൊരു വീട്ടിൽ നിന്നാണ് ഇയാൾ അറസ്റ്റിലായിട്ടുള്ളത്. അപ്പോൾ ഇയാൾ ഈ മുസ്ലിം ലീഗിൻ്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വർഗീയത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വായെ കൊള്ളാത്ത വർഗീയത വിളിച്ചു പറയാം. അതൊരു ബ്രഹ്മാന്ന് പേരുള്ള ഒരു ചാനലിലൂടെ, അതും ഒരു സ്വാമി വേഷത്തിൽ. ഇദ്ദേഹത്തിനെ ഹിന്ദുക്കൾക്ക് കണ്ടുകൂടാ. കാരണം ഇദ്ദേഹം നല്ലൊരു കാലത്ത് മുസ്ലിങ്ങളുടെ കൂടെ നിന്ന് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ സംഘപരിവാറിനെ എതിർക്കാന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഹിന്ദു ഐക്യനെ വല്ലാതെ എതിർത്തിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ സംഘപരിവാറിൻ്റെയോ ഹിന്ദുക്കളുടെയോ പിന്തുണ ഇയാൾക്കില്ല. പിന്നെ ഇയാൾക്ക് റീച്ചൊക്കെ പോയി. റീച്ച് പോയ സമയത്ത് ഇയാൾ കലം മാറ്റി ചവിട്ടി ഇസ്ലാം നെറികെട്ട മതമാണ്, വൃത്തികെട്ട മതമാണ്. എപ്പോഴൊക്കെ ഇസ്ലാമിനെതിരെ വീഡിയോ പറയാനുള്ള ചാൻസ് ഉണ്ടോ അവിടെയൊക്കെ ഇയാൾ പ്രയോഗിക്കും. അങ്ങനെ പലതവണ ഇയാൾക്ക് താക്കീത് കൊടുത്തതാണ്. കാന്തപുരം ഉസ്താദിന് എന്തൊക്കെ ഇയാൾ പറഞ്ഞിട്ടുള്ള പക്ഷെ കാന്തപുരം ഉസ്താദിൻ്റെ ഭാഗത്തുനിന്നൊരു മാന്യത ഉള്ളത് കൊണ്ട് തിരിച്ചൊരു വാക്ക് അങ്ങനെ പറഞ്ഞില്ല, പരാതിയൊന്നും കൊടുത്തില്ല. പടച്ച റബ്ബ് കൊടുക്കും തന്നെ വിചാരിച്ചു. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവ് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വളരെ വൃത്തികെട്ട രീതിയിൽ വീഡിയോ ഇട്ടപ്പോൾ യൂത്ത് ലീഗ് ഒരു പരാതി കൊടുത്തു. ആ പരാതി പ്രകാരമാണ് കേരളത്തിൻ്റെ പുറത്ത് ഒളിവിൽ താമസിക്കുന്ന സ്വാമിനെ എന്ത് ചെയ്തത് പോലീസ് അറസ്റ്റ് ചെയ്തത്. അൽഹംദുലില്ലാഹ്, നല്ലൊരു കാര്യം. ഇതുപോലെ വർഗീയത പറയുന്ന നാട്ടിൽ ഇല്ലാത്ത കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം നല്ലതിന് ഉപയോഗിക്കാം. വാർത്തകൾ കേൾക്കാനും വാർത്തകൾ അറിയാനും ആളുകൾ യൂസ് ചെയ്യണത്. അതിൻ്റെ ഇടയ്ക്ക് ഉള്ള മതങ്ങളെ തമ്മിൽ തെറ്റിക്കുക, ഉള്ള സ്നേഹങ്ങൾ കൊണ്ട് കളയാം. എന്ത് പ്രയോജനമായിട്ടുള്ളത്? ഏതായാലും ഈ സ്വാമിജിനെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങളുടെ കൂടെ നിന്നിട്ട് സംഘപരിവാറിനെതിരെ സംസാരിക്കുന്ന ഒരു സ്വാമിയല്ലേ എന്നൊരു പരിഗണന കൊടുത്ത് ഇവരുടെ ഉള്ളിൽ റീച്ച് കിട്ടാന്ന് മാത്രമേ ഉള്ളൂ. മുസ്ലിങ്ങളുടെ പിന്തുണ കിട്ടിയിട്ട് പിന്നെ എന്തോ മുസ്ലിങ്ങളിൽ നിന്ന് റീച്ച് കുറഞ്ഞ് മുസ്ലിങ്ങൾ അങ്ങനെ ഇയാളുടെ വീഡിയോ കാണാതായി. ഇയാളെ എല്ലാത്തിനും ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ഇയാൾ നേരെ തിരിഞ്ഞു. അപ്പോൾ പിന്നെ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് നെറികെട്ട മതമാണ്, വൃത്തികെട്ട മതമാണ്. ഇയാളുടെ വീഡിയോ ഭയങ്കര അത്ഭുതത്തോടെ കണ്ടിരുന്നു. എന്താ ഇപ്പോൾ സ്വാമിജി ഇങ്ങനെ പറയാൻ കാരണം, സ്വാമിജി അങ്ങനെ പറയാൻ കാരണം? ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മതങ്ങളോടും അവർക്ക് ഇഷ്ടമില്ല, റീച്ച് കിട്ടണമെന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടാകുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ ഖാദർ കരിപ്പൊടി. ഒരു പക്ഷേ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ. അവരുടെ മുൻകൂർ ജാമ്യം, അയാൾ ഒരു ബിസിനസ് പാർട്ട്ണറുടെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചു, പരസ്യമായിട്ട് മർദ്ദിച്ചു. ആ മർദ്ദിച്ചത് കേസായി. ആ കേസായിട്ട് ഇയാൾ മുൻകൂർ ജാമ്യത്തിന് പോയപ്പോൾ മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞൊരു വാക്ക്, ഇയാളൊരു സ്ഥിരം പ്രശ്നക്കാരനാണ്. ഒരു യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞാലേ ഒരു ജഡ്ജൊന്നുമല്ല, ഒരു പൊടിക്കടങ്ങണം. അത് ഖാദർ കരിപ്പൊടിയുടെ കയ്യിലില്ല എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾ പറയാം. നമ്മൾ അദ്ദേഹത്തിന് എതിർത്തതൊന്നുമല്ല കേട്ടോ, നമ്മൾ അതിന് പറ്റിയ ആളുകളൊന്നുമല്ല. നമ്മളൊരു മൂപ്പരൊക്കെ വലിയ ആളുകളാണ്, കാരണം അവർക്ക് വലിയ ഇൻഫ്ലുവൻസേഴ്സാണ്. പക്ഷേ ഒരു പൊടിക്കടങ്ങാത്തത് കൊണ്ട് തന്നെ വലിയ എതിർപ്പ് ശത്രുക്കളുണ്ടായി. അപ്പോൾ കോടതി പോലും പറഞ്ഞത് എപ്പോഴും എന്താണ് പ്രശ്നക്കാരാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യം കോടതി തള്ളിക്കൊണ്ട് പ്രസ്താവന ഇറക്കുണ്ടായി. അപ്പോൾ ഇനി അദ്ദേഹത്തിന് പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അപ്പോൾ ഒരു ബിസിനസ് പാർട്ട്ണറെ മർദ്ദിച്ചതാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് മാതൃഭൂമിയിൽ വന്നൊരു വാർത്ത ഉണ്ട്. അദ്ദേഹത്തിനെതിരെ പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യങ്ങൾ കേട്ടോക്കാം. യൂട്യൂബർ ഖാദർ കരിപ്പൊടിയെ പൂട്ടാനൊരുങ്ങി പോലീസ്. യൂട്യൂബറായ ഖാദർ കരിപ്പൊടിയെ കൃത്യമായി പൂട്ടാനൊരുങ്ങുകയാണ് പോലീസ് എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് കാസർഗോഡ് ടൗൺ പോലീസ് ജില്ലാ സെഷൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഖാദർ സമൂഹ മാധ്യമങ്ങളിലൂടെ പലതവണ കാസർഗോഡ് നഗരത്തിൽ വർഗീയ കലാപങ്ങൾക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം പരസ്യമായി ആക്രമിക്കാനടക്കം ശ്രമിച്ച കേസുകളിലെ പ്രതിയാണ് ഇയാൾ. മാത്രമല്ല ഇയാൾക്ക് പല രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ട്. അതിൽ കള്ളക്കടത്ത് സംഘങ്ങൾ അടക്കമുള്ള
ആളുകളുമായുള്ള ബന്ധങ്ങളടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നടക്കമുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങളടക്കം ഉണ്ടാവാനിടയുള്ള സാധ്യതകളെ കുറിച്ച് പോലീസ് പറയുന്നു. അതോടൊപ്പം തന്നെ ജാമ്യം ലഭിച്ചയാൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കേസ് പരിപൂർണമായി അട്ടിമറിക്കുമെന്നും കേസിലെ ഇനിയും കൂടുതൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത്. ഇതിനോടകം തന്നെ ഇയാൾ ഒളിവിലാണ്, രാജ്യം വിട്ടു എന്നടക്കമുള്ള സൂചനകളും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. എന്താലേ ഇത്രയും വലിയ വർഗീയവാദിയാണ്. വർഗീയത ചാനലിൽ കൂടെ പറയുന്ന ആളുകളാണെങ്കിൽ വേറെയും ഒരുപാട് ആളുകൾ പറയലുണ്ട്. അപ്പോൾ ഖാദർ കരിപ്പൂരുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഒരാളെ പരസ്യമായിട്ട് മർദ്ദിക്കാൻ പാടില്ല, ഒളിവിലിരുന്നു കൊണ്ട് വീഡിയോ ചെയ്യുക, വെല്ലുവിളിക്കുക, ഇതൊന്നുമല്ല യൂട്യൂബേഴ്സിൻ്റെ ഒരു മാതൃക. യൂട്യൂബേഴ്സ് ഒരു പൊടിക്ക് അടങ്ങിയിട്ട് ഈ നാട്ടിലെ പൗരന്മാരാണ്. എല്ലാവർക്കും കിട്ടേണ്ട നിയമപരമായ ആനുകൂല്യം തന്നെയാണ് യൂട്യൂബിനും ഇൻഫ്ലുവൻസിനും ഉള്ളൂ. ഇപ്പോൾ 2 വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഈ ഒരു സ്വാമിജി മുസ്ലിങ്ങളെ കുറേ പൊക്കി അടിച്ച് നടന്ന് ഒടുവിൽ റീച്ച് കുറഞ്ഞപ്പോൾ മുസ്ലിങ്ങളെ എതിർത്ത് പിടിയാൻ തൊടാൻ തുടങ്ങി. കാന്തപുരത്തിനൊക്കെ വല്ലാതെ കുറ്റം പറഞ്ഞ് അവസാനം മുസ്ലിം നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയോട് കൂടിയിട്ട് വർഗീയത പറഞ്ഞോട് കൂട്ടി ആളിപ്പോൾ എന്ത് ചെയ്തു, അറസ്റ്റിലായിട്ട് ഒരു ദിവസം കൊണ്ട് ജാമ്യം കിട്ടാവുന്ന കുറ്റമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ കഴിഞ്ഞ ദിവസം വേറൊരു യൂട്യൂബറിനെ അറസ്റ്റ് ചെയ്തിട്ട് ഒരു കോൺഗ്രസ് നേതാവിനെ പുലഭ്യങ്ങൾ 10-25ഓളം വീഡിയോകൾ വേണ്ടാത്തത് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്ത് അന്ന് തന്നെ ജാമ്യം കിട്ടി. ഇറങ്ങി അന്ന് തന്നെ അവർക്കെതിരെ വീണ്ടും വീഡിയോ ചെയ്ത് വീണ്ടും അറസ്റ്റിലായി. ഇപ്പോൾ ജാമ്യം കിട്ടിയിട്ടില്ല. അപ്പോൾ ആളുകൾക്കിത് യൂട്യൂബിൽ എന്തും പറയാമെന്നൊരു തോന്നലാണ്. അങ്ങനെ ഇപ്പോൾ ഈ ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന ഒരാൾ, നമ്മൾ ഈ ഖാദർ കരിപ്പൊടി കേൾക്കുന്ന റിഫാ മഹ്നി ഇഷ്യൂസിലാണ്. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കാണുന്ന പലരും കരിപ്പയുടെ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അവരൊക്കെ വേറെ ഒരുപാട് ഗ്യാങ്ങും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ വേറെ ചില മുഖങ്ങളുണ്ട്. എന്തായാലും നല്ലൊരു റിപ്പോർട്ടറാണ്, നല്ല കാര്യങ്ങൾ നിർഭയം തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അയാൾക്കിട്ട പേരാണ് സുഡാപ്പി. അയാളൊരു തീവ്രവാദിയൊന്നുമല്ല, അയാളുടെ കയ്യിൽ തെറ്റുണ്ട് എന്ന് കരുതിയിട്ട് അയാൾ വർഗീയവാദി ആവില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിനെതിരെയുള്ള പോലീസിൻ്റെ റിപ്പോർട്ടിലുള്ള വളരെ ഗൗരവപ്പെട്ട വിഷയങ്ങളാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കും നമ്മൾ എന്ത് വീഡിയോ ചെയ്യുമ്പോഴും മതങ്ങൾ തമ്മിൽ തല്ലുണ്ടാവാനുള്ളൊരു വീഡിയോ ഉണ്ടാവരുത്. ഒരു മതങ്ങളെയും നമ്മൾ മുറിവേൽപ്പിക്കരുത്. എൻ്റെ ഗുരുനാഥനെ പഠിപ്പിച്ചൊരു കാര്യമാണ്, നമ്മുടെ മതങ്ങളെ നമ്മൾ എത്ര സ്നേഹിക്കുന്നു അതുപോലെ മറ്റു മതങ്ങൾ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഓരോരുത്തരും അവരവരുടെ മതങ്ങൾ അത്ര സ്നേഹിക്കുന്നുണ്ട്. നമ്മളെന്തിനാ ഒരു മതത്തിനെ കുറ്റം പറഞ്ഞിട്ട് താഴ്ത്തിക്കിട്ടാൻ അല്ലേ? നമ്മളൊരു മതത്തിൻ്റെ വിശ്വാസങ്ങളെയോ നേതാക്കന്മാരെയോ ഒന്നും നമ്മൾ താഴ്ത്തിക്കെട്ടാൻ പാടില്ല. രണ്ടാമതൊരു കാര്യം, നമ്മൾ ഈ ഒരു ഇത് ഉപയോഗിക്കുന്നൊരു സമയത്ത് അതുകൊണ്ടൊരു സന്തോഷം ഉണ്ടാവണം, അല്ലാതെ മറ്റുള്ള വേദനിപ്പിക്കാനാവരുത്. എന്തായാലും നല്ലത് നടക്കട്ടെ. അപ്പോൾ ഏതായാലും ഖാദർ കരിപ്പൊടിനെ ഈ പറഞ്ഞ ഈ ആരോപണങ്ങളുണ്ടല്ലോ, പോലീസിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞ ആരോപണങ്ങൾ, ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഒരു വർഗീയത ഉണ്ടാക്കുന്ന ആളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോലീസിനെ ആക്രമിക്കുന്ന ആളോ അതൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പോലീസിൻ്റെ റിപ്പോർട്ടിൽ അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാലും നല്ലത് സംഭവിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഖാദർ കരിപ്പൊടി ആ രീതിയിലൊരാളായിട്ട്?